മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് തിരുസഭ വിശുദ്ധ ബെനഡിക്റ്റിന്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. തിന്മയ്ക്കെതിരെ പോരാടി വിജയം നേടിയവനും വിശുദ്ധ ബെനഡിക്റ്റ്. ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ തിന്മ ചെയ്യാനും ലോകത്തിന്റെ വഴികളിലൂടെ നടക്കുവാനും ലോകത്തിന്റെ സുഖങ്ങൾ അനുഭവിക്കുവാനുമുള്ള എല്ലാ സാധ്യതകളും വഴികളും ഉണ്ടായിരുന്നിട്ടും അതിന്റെ പിന്നാലെ പോകാതെ ദൈവത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവസന്നിധിയിൽ എത്തിയവനാണ് വിശുദ്ധ ബെനഡിക്റ്റ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് മുൻപിലുള്ള വലിയൊരു സാധ്യതയാണ് വിശുദ്ധ ബെനഡിക്റ്റ് ഇന്ന് നമ്മുടെ മുൻപിൽ തുറന്നു തരുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ സുഖങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യത നമുക്കുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സാധ്യത നമുക്കുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ തിന്മ നമ്മുടെ ജീവിതത്തെ കീഴ്പ്പെടുത്തിക്കളയുമെന്ന് നമ്മൾ ആരും മറന്നുപോകരുത്. കാരണം തിന്മ ഈ ലോകത്തിലുണ്ട്. അലറുന്ന സിംഹത്തെ പോലെ ആര് വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് അവൻ ചുറ്റി സഞ്ചരിക്കുക. നിന്റെ ജീവിതത്തെ തകർക്കാൻ, നിന്റെ വ്യക്തിപരമായിട്ടുള്ള നിന്റെ ജീവിത വഴികളെ തകർക്കാൻ, നിന്റെ കുടുംബത്തെ തകർക്കാൻ പിശാച് നിന്നെ വ്യക്തിപരമായി തന്നെ നോട്ടമിട്ടിട്ടുണ്ട് എന്ന് നീ മറന്നുപോകരുത്. വ്യക്തിപരമായിട്ട് ദൈവം നിന്നെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് പോലെയും നിന്നെ അറിയുന്നത് പോലെയും പിശാചും നിന്നെ വ്യക്തിപരമായിട്ട് അറിയുന്നുണ്ട്, നിന്നെ നോട്ടമിട്ടിട്ടുണ്ട് എന്ന് നീ ഓർത്തിരുന്നോണം. വിശുദ്ധ ബെനഡിക്റ്റും ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയവനാണ്. പക്ഷേ അവൻ ദൈവ വഴിയെ തെരഞ്ഞെടുത്തപ്പോൾ ഈശോയ്ക്ക് വേണ്ടി, ഈശോയുള്ള സ്നേഹത്താൽ ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളും സുഖങ്ങളും ബെനഡിക്റ്റ് മാറ്റിവെച്ചപ്പോ അവന് തിന്മയെ തകർക്കാനുള്ള ശക്തി കർത്താവ് കൊടുക്കുക. തിന്മയ്ക്ക് അവനെ തൊടാനായിട്ട് സാധിക്കുന്നില്ല. അവനെ തൊടാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. അതാണ് അവന്റെ ശക്തിയല്ല, പക്ഷെ ദൈവത്തിന്റെ ശക്തി അവനിലൂടെ പ്രവർത്തിക്കുക. തിന്മയ്ക്ക് പിന്നെ അവനെ തൊടാനായിട്ട് പറ്റുന്നില്ല, തൊടാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച നമ്മുടെ ജീവിതത്തെ തിന്മ തൊടാനായിട്ട്, പിശാച് തൊടാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. പിശാചിന്റെ മേല്, തിന്മയ്ക്ക് മേല് നമുക്കൊരു അധികാരം കർത്താവ് തന്നിട്ടുണ്ട്, തരുമെന്ന് നമ്മൾ ഓർത്തിരിക്കുക. വിശ്വസിക്കണം നമ്മൾ ഓരോരുത്തരും ഇത്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന് മുൻപിൽ വലിയ സാധ്യതകളുണ്ട്. സുഖങ്ങൾ അനുഭവിച്ചും ലോകത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാനും ഒക്കെയായിട്ടുള്ളത്. അതിന്റെ പിന്നാലെ പോയ ജീവിതത്തിലെ നാശവും തകർച്ചയും ഉണ്ടാകും. ലോകത്തിന്റെ സുഖങ്ങൾക്ക് പിന്നെയല്ല, കർത്താവിന്റെ വഴികളിലൂടെ നടക്കുക. നിനക്ക് തിന്മയ്ക്ക് മേൽ അധികാരം കർത്താവ് തരും. തിന്മയിൽ നിന്ന് നിന്നെ കർത്താവ് കാത്തുകൊള്ളും. തിന്മയിൽ നിന്ന് നിന്റെ കുടുംബത്തെ കർത്താവ് കാത്തുകൊള്ളും. തിന്മയിൽ നിന്ന് നിന്റെ മക്കളെ കർത്താവ് കാത്തുകൊള്ളും. ഇന്ന് നമ്മുടെയൊക്കെ ദുഃഖമല്ലേ, നമ്മുടെ മക്കളെ തിന്മ കൊണ്ടുപോവുക, നമ്മുടെ കുടുംബത്തെ തിന്മ തകർക്കുക, നമ്മുടെ അധ്വാനങ്ങളെ തിന്മ തകർക്കുക, നമ്മുടെ പഠനങ്ങളിൽ പരാജയം നൽകിക്കൊണ്ട് തിന്മ, പിശാച് നമ്മുടെ ജീവിതത്തെ തകർക്കുക, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്താത്ത വിധം തടഞ്ഞു നിർത്തിക്കൊണ്ട് തിന്മ നമ്മുടെ ജീവിതത്തിന് മേലെ സ്വാധീനം ചെലുത്തുകയാണ്. നമ്മൾ തിന്മയിലേക്ക് വീഴുന്നത് കൊണ്ട് തന്നെ ആ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ എത്തുന്നില്ല. തിന്മ, പിശാച് നമ്മുടെ ജീവിതത്തെ തകർക്കുക. എന്നാൽ ക്രിസ്തുവിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാനായിട്ട് തയ്യാറായാൽ, ക്രിസ്തുവിലേക്ക് നോക്കി ജീവിക്കാൻ നീ തയ്യാറായാൽ, നിന്റെ ജീവിതത്തെ തൊടാനായിട്ട് ഒരു തിന്മയെയും കർത്താവ് അനുവദിക്കില്ല. സാത്താനെ കർത്താവ് അനുവദിക്കില്ല എന്ന് നീ തിരിച്ചറിഞ്ഞുള്ള തിന്മ എതിരിടാനുള്ള ശക്തി കർത്താവ് നിനക്ക് തരും. ഈ ദിവസം നമ്മുടെ ജീവിതത്തിന് മേലെ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ തിരിച്ചറിയുക. ആ പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിൽ കർത്താവെ, ഇവയ്ക്ക് മേൽ അധികാരം എനിക്ക് നൽകണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇന്നത്തെ വാക്കുകൾ, പ്രവൃത്തികൾ, ചിന്തകൾ, വഴികളെല്ലാം ക്രിസ്തുവിൻ്റേത് ആണ് എന്ന് ഉറപ്പുവരുത്തുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ കർത്താവിന് കൊടുക്കുക. ഏതെങ്കിലും തിന്മകളോ ബന്ധനങ്ങളോ നമ്മിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അധ്വാനങ്ങളിലോ പഠനങ്ങളിലോ ഉണ്ട് എങ്കിൽ ഈശോ ഇപ്പോൾ നിർവീര്യമാക്കുന്നതിന് വേണ്ടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ, ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിത വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ.
അധ്വാനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. കർത്താവെ, ഇവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും മേഖലകളിൽ തിന്മകളോ തടസ്സങ്ങളോ ബന്ധനങ്ങളോ ഉണ്ടെങ്കിൽ അവയെ നിർവീര്യമാക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, അധ്വാന വഴികളിൽ നിന്ന്, പോകുന്ന വഴികളിൽ നിന്ന്, ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് എല്ലാ തിന്മകളും തടസ്സങ്ങളും ശാപങ്ങളും ദുരിതങ്ങളും അസ്വസ്ഥതകളും കെട്ടുകളും സമാധാനമില്ലാത്ത അവസ്ഥകളെല്ലാം ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഈശോയെ, ഇവരെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, ഇവരുടെ കുടുംബത്തിൽ ഉയർച്ച നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.